हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ സൂത്രം അഥാതോ ബ്രഹ്മ ജിജ്ഞാസ. അതിന് ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ നൽകിയിട്ടുള്ള ഭാഷ്യം വിശദീകരണം. ഇതിനു മുമ്പ് നനു ഷഷ്ടി ശേഷഷഷ്ടി പരിഗ്രഹേപി ബ്രഹ്മണോ ജിജ്ഞാസ കർമ്മത്വം ന വിരുദ്ധ്യത്തെ സംബന്ധ സാമാന്യസ്യ വിശേഷനിഷ്ഠത്വാത് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒരു വിരോധമായിട്ട് ആക്ഷേപമായിട്ട് ഇപ്പോ ഇവിടെ മീമാംസകർ, പൂർവപക്ഷ മീമാംസകർ അവര് ഇത് പറയുന്നു. നനു പക്ഷേ ശേഷഷഷ്ടി പരിഗ്രഹേ അപി ഷഷ്ടി ശേഷ പരിഗ്രഹേ അപി, അതായത് ഷഷ്ടി വിഭക്തി, ആറാമത്തെ വിഭക്തി, അതിൻ്റെ അർത്ഥം നമ്മൾ അവശേഷം എന്ന് എടുത്താൽ, അവശിഷ്ടമായി ഉള്ളത് അവശേഷമാണ് എന്ന് നമ്മൾ അതിൻ്റെ അർത്ഥം ധരിച്ചാൽ, അപ്പോ ബ്രഹ്മണഃ ജിജ്ഞാസ കർമ്മത്വം ന വിരുദ്ധ്യത്തെ. അപ്പോ ബ്രഹ്മജിജ്ഞാസ എന്ന് നമ്മൾ കാണുന്ന വാക്കിൽ ബ്രഹ്മൻ രണ്ട് വാക്കാണ് ഇവിടെ ഉള്ളത്. ബ്രഹ്മ ജിജ്ഞാസ. അപ്പോൾ ജിജ്ഞാസ എന്നുള്ള കർമ്മം, അതായത് അറിയാനുള്ള ആഗ്രഹം എന്നുള്ള കർമ്മം, അത് ബ്രഹ്മനുടെയാണ്. ബ്രഹ്മണഃ ജിജ്ഞാസ, ബ്രഹ്മനെ അറിയാനുള്ള ആഗ്രഹം. അപ്പൊ ഇവിടെ ബ്രഹ്മനാണ് വിഷയം. ബ്രഹ്മനാണ് വിഷയം. അതിന് എന്താണ് ക്രിയ? ജിജ്ഞാസ, ക്രിയാപദം ജിജ്ഞാസ കർമ്മത്വം. അപ്പൊ ഈ വിഷയത്തിന്റെ കർമ്മം ജിജ്ഞാസ എന്നാവും. സബ്ജക്റ്റ് ഓബ്ജക്റ്റ്. ബ്രഹ്മൻ എന്നുള്ളത് സബ്ജക്റ്റും ജിജ്ഞാസ എന്നുള്ളത് ഓബ്ജക്റ്റും. അപ്പോൾ ബ്രഹ്മനാണ് ജിജ്ഞാസ എന്നുള്ളത് ക്രിയാപദമാണെങ്കിൽ അതിന്റെ വിഷയം ബ്രഹ്മനായിരിക്കും. അതായത് ബ്രഹ്മൻ ജിജ്ഞാസയുടെ ഒരു വിഷയമാകുന്നു. എന്തിനെ അറിയാനുള്ള ആഗ്രഹം? ബ്രഹ്മനിനെ അറിയാനുള്ള ആഗ്രഹം. അങ്ങനെ ആകുന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ ഈ ഷഷ്ടി വിഭക്തി, ആറാമത്തെ വിഭക്തിനെ അവശേഷം എന്നുള്ള അർത്ഥത്തിലെടുത്താലും അപ്പോഴും ജിജ്ഞാസ ബ്രഹ്മനുടെ തന്നെയാണ്. ജിജ്ഞാസ, അതായത് അറിയാനുള്ള ആഗ്രഹം, അത് ബ്രഹ്മനുടെ തന്നെയാണ്. ബ്രഹ്മനെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സിദ്ധാന്തിൻ, അതായത് അദ്വൈത വേദാന്തം പറയുന്ന വ്യക്തി ഇവിടെ, കാരണം ഇത് അദ്വൈത വേദാന്ത കാഴ്ചപ്പാട് അനുസരിച്ചിട്ടുള്ള അദ്വൈത വേദാന്ത തത്വശാസ്ത്രം അനുകരിക്കുന്ന ഭാഷ്യമാണ്. കാരണം എഴുതിയത് ഭഗവത്പാദ ശങ്കരാചാര്യദേവനായതുകൊണ്ട്. അപ്പോ അദ്വൈതത്തിനെ അനുകരിക്കുന്നത് കൊണ്ട് ഇത് സിദ്ധാന്തി എന്ന് പറയും. സിദ്ധാന്തപക്ഷം. പൂർവപക്ഷം, സിദ്ധാന്തപക്ഷം. അപ്പൊ പൂർവപക്ഷം പറയുന്നത്
സിദ്ധാന്തപക്ഷം ഇവിടെ സിദ്ധാന്തപക്ഷത്തിന് ഇവിടെ ഒരു പ്രശ്നം വരാൻ പാടില്ല ശരിക്കും. കാരണം ബ്രഹ്മനുടെ ജിജ്ഞാസ, ബ്രഹ്മനാണ് ഇവിടെ ജിജ്ഞാസ എന്നുള്ള കർമ്മത്തിന്റെ വിഷയം. അപ്പോ ബ്രഹ്മന് ഇവിടെ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. അങ്ങനെ വരുമ്പോ സിദ്ധാന്തിന് എന്തിനാ പ്രശ്നം വരുന്നത്? ഇവിടെ വരാൻ പാടില്ലല്ലോ. കാരണം സിദ്ധാന്തി പറയുന്നത് ഇവിടെ ശരിയാവുന്നല്ലോ. അപ്പോ ശരിക്കും ഷഷ്ടി വിഭക്തിനെ ഷഷ്ടിനെ അവശേഷം ശേഷ പരിഗ്രഹ അതും എടുക്കുന്ന പോലെ ചെയ്യാം. എന്തുകൊണ്ട്? സംബന്ധ സാമാന്യസ്യ വിശേഷനിഷ്ഠത്വാത്. കാരണം സാധാരണ ഒരു സമ്പർക്കം, പൊതുവെ ഒരു സമ്പർക്കം, പൊതുവായിട്ടുള്ള ഒരു സമ്പർക്കം, അത് പ്രത്യേക സമ്പർക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒന്നാണ്. പ്രത്യേക സമ്പർക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോ നമ്മളിവിടെ ഈ കർമ്മത്തിന്റെയും വിഷയത്തിന്റെയും സമ്പർക്കം, ഓബ്ജക്റ്റ് സബ്ജക്റ്റ് സമ്പർക്കം, അത് ഒരുപാട് അങ്ങനെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് സമ്പർക്കങ്ങളിലൂടെ പൊതുവെ ഇങ്ങനെ ഒരു സമ്പർക്കം ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ ഈ പൊതുവായിട്ടുള്ള സമ്പർക്കം പല പ്രത്യേക സമ്പർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ ഇതിന് ഇൻഡക്ഷൻ ഡിഡക്ഷൻ എന്ന് പറയും. ഇൻഡക്ഷൻ ഡിഡക്ഷൻ. ഇന്ന് ഇത് 2 ക്ലിപ്പായിട്ടാണ് വരുന്നത്. അപ്പോ ഈ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് സമ്പർക്കം, അതായത് വിഷയം കർമ്മം സമ്പർക്കം, ആ സമ്പർക്കം പല പ്രത്യേക സമ്പർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ആവുന്നതാണ്. അപ്പൊ ഇതിന്റെ പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ ഇതിന് ഇൻഡക്ഷൻ ഡിഡക്ഷൻ എന്ന് പറയും. ഫ്രം ദ ജനറൽ ടു പർട്ടിക്കുലർ, അതാണ് ഇൻഡക്ഷൻ. ഫ്രം ദ ജനറൽ ടു പർട്ടിക്കുലർ, അതായത് പൊതുവേ ഉള്ള പല സമ്പർക്കങ്ങൾ കണ്ടിട്ട് പിന്നെ പ്രത്യേക ഒരു കാര്യം അത് മനസ്സിലാക്കുന്നത്, അതാണ് ജനറൽ ടു പർട്ടിക്കുലർ. അതുപോലെ തന്നെ മറിച്ച് പർട്ടിക്കുലർ ടു ജനറൽ, അതായത് പ്രത്യേക കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പൊതുവെ ഒരു നിയമം ഉണ്ടാക്കുന്നത്, അതാണ് പർട്ടിക്കുലർ. ജനറൽ ടു പർട്ടിക്കുലർ, പൊതുവെ ഉള്ള കാര്യങ്ങൾ പർട്ടിക്കുലർ ടു ജനറൽ, പ്രത്യേക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പൊതുവെ. അപ്പോൾ ഒരു കാക്കനെ കണ്ടു, കാക്ക കറുത്താണ് ഇരിക്കുന്നത്, കാക്കൻ്റെ നിറം കറുത്തതാണ്, കറുത്ത നിറമാണ്, കറുപ്പാണ്. പിന്നെ വേറൊരു കാക്ക കണ്ടു, അതും കറുപ്പാണ്. അങ്ങനെ ഒരു 10 കുറെ കാക്ക കണ്ടിട്ട് എല്ലാം കറുപ്പായതുകൊണ്ട് കാക്ക എന്ന് വെച്ചാൽ കറുപ്പാണ്. അപ്പോൾ പൊതുവെ നമുക്കൊരു ധാരണ കാക്ക എന്ന് വെച്ചാൽ കറുപ്പാണെന്ന്. അതുപോലെ തന്നെ അതിൻ്റെ എതിരായി നമ്മൾ നോക്കിയെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന പൊതുവെ ഉള്ള ഒരു കാര്യത്തിന് നമ്മൾ പ്രത്യേക രീതിയിൽ കാണുന്നു, അതാണ് ജനറൽ ടു പർട്ടിക്കുലർ. അപ്പോൾ അങ്ങനെ, അതായത് എല്ലാ സ്ഥലത്തും തീ ഉണ്ടായിരുന്നാൽ പുക വരും. അപ്പോൾ ഒരു സ്ഥലത്ത് തീയുണ്ട്, അപ്പോൾ അവിടെയും പുക വരും. അല്ലെങ്കിൽ പുക ഉണ്ടായിരുന്നാൽ അവിടെ തീ ഉണ്ടാവുമെന്നുള്ളതാണ് ഇൻഡക്റ്റീവ് ലോജിക്. പൊതുവേ ഉള്ളതിനെ പ്രത്യേക ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പ്രയോഗിക്കുകയാണ്.
ഇവിടെ പൂർവമീമാംസ തത്വശാസ്ത്രത്തിനെ അനുകരിക്കുന്ന ആള് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ ഈ ഷഷ്ടി വിഭക്തി ശേഷം എന്നുള്ള അർത്ഥത്തിൽ വരണം എന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നത്? ശരിക്കും ഷഷ്ടി വിഭക്തി ഈ സമ്പർക്കങ്ങൾ എല്ലാ വിഭക്തിയിലും ഒരു സമ്പർക്കമുണ്ട്. പക്ഷേ വിഷയത്തിനും ക്രിയാപദത്തിനും വിഷയത്തിനും ഒരു സമ്പർക്കം എല്ലാ വിഭക്തിയിലൂടെ ഉണ്ടാവാം. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ജിജ്ഞാസ എന്ന് വെച്ചാൽ അറിയാനുള്ള ആഗ്രഹം, അത് ബ്രഹ്മജിജ്ഞാസ. അപ്പോ എന്തിനു അറിയാനുള്ള ആഗ്രഹം? അങ്ങനെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വിഷയം അതിന് അത്യാവശ്യം വേണം, എന്തെങ്കിലും ഒന്ന് അറിയാനുള്ള ആഗ്രഹമായിരിക്കണം. അപ്പൊ അങ്ങനെ അറിയാനുള്ള ആഗ്രഹം, അതിന് ഒരു വിഷയം വേണം, ഒരു കർമ്മം വേണം. അപ്പൊ ആ കർമ്മം അതൊരു പ്രത്യേക സാഹചര്യമാണ്, പ്രത്യേക പ്രയോഗമാണ്. അപ്പൊ പ്രത്യേക പ്രയോഗമായെങ്കിലും, അതായത് ജിജ്ഞാസ എന്ന് പറയുന്നത് അറിയാനുള്ള ആഗ്രഹം, ആ അറിയാനുള്ള ആഗ്രഹം ബ്രഹ്മനുടെയാണ്, ബ്രഹ്മനെ അറിയാനുള്ള ആഗ്രഹമാണ്. അപ്പൊ അത് പ്രത്യേക ഒരു സാഹചര്യമാണ്. ആ പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഈ ബ്രഹ്മജിജ്ഞാസ പ്രത്യേക സാഹചര്യം, അപ്പോൾ പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഇത് ഷഷ്ടിനെ അവശേഷം എന്നുള്ള അർത്ഥത്തിൽ ധരിച്ചാലും, അങ്ങനെ നമ്മൾ അവശേഷം എന്നുള്ള അർത്ഥത്തിൽ നോക്കിയാലും അത് ഷഷ്ടി അവശേഷം എന്നുള്ള അർത്ഥത്തിലായെങ്കിലും അപ്പോഴും അത് പ്രത്യേക ഒരു സാഹചര്യത്തിന് അതിനൊന്നും പ്രശ്നം വരുന്നില്ല. ന വിരുദ്ധ്യത്തെ ജിജ്ഞാസ കർമ്മത്വം ന വിരുദ്ധ്യത്തെ, അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? കാരണം ഇവിടെ അവശേഷം എന്ന് നമ്മൾ ഷഷ്ടിയുടെ കർമ്മത്തിന് മനസ്സിലാക്കിയാലും പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു പ്രശ്നവും വരുന്നില്ല. കാരണം ഇവിടെ അതിൻ്റെ ആ ഒരു വാക്യത്തിന്റെ പദവിന്യാസം അല്ലെങ്കിൽ വാക്യവിന്യാസം, അപ്പൊ ആ വാക്യവിന്യാസം പദവിന്യാസം ഉള്ളപ്പോ ആ വാക്യത്തിൽ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം എന്നുള്ളതിന് കർമ്മമായിട്ട്, അതിന്റെ കർമ്മമായിട്ട്, അതായത് എന്തിനെ അറിയാനുള്ള ആഗ്രഹം, അതിന്റെ കർമ്മമായിട്ട് ബ്രഹ്മനാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അതിന് ഒരു ശേഷി, അതായത് അവശിഷ്ടമായിട്ടുള്ളത് അവശേഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കണ്ടാലും കുഴപ്പമില്ല. കാരണം ഇത് ഇവിടെ ഒരു വാക്യവിന്യാസമായിട്ടാണ് വരുന്നത് അതില്. പക്ഷെ ഇത് നമ്മൾ ഒന്നും കൂടി വിശദമായി അത് മനസ്സിലാക്കിയാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇതുപോലെ നമുക്ക് എന്ത് മനസ്സിലാവുന്ന വെച്ചാൽ, ഇവിടെ മീമാംസകർ ഇത് പറയുന്നത് വെറുതെ ഒരു വ്യാകരണ പ്രശ്നമായിട്ടല്ല പറയുന്നത്. എന്താണ് ഇവിടെ വ്യാകരണം മാത്രമല്ല ഇവിടെ പ്രശ്നം. ഇപ്പൊ നമ്മൾ ഇതിനെ ഒരു അവശേഷിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ കണ്ടെങ്കിൽ, അപ്പോ എന്താണ് അതിൻ്റെ അർത്ഥം? അവശേഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കണ്ടെങ്കിൽ പതിയെ മീമാംസക തത്വശാസ്ത്രം അനുകരിക്കുന്നവരെ കൊണ്ട് ഇതില് ബ്രഹ്മനുടെ
ജിജ്ഞാസ, അതായത് ബ്രഹ്മനെ അറിയാനുള്ള ആഗ്രഹം എന്നുള്ളതില്, ബ്രഹ്മനെ അറിയാനുള്ള ആഗ്രഹം അതിനോട് ഒരു സമ്പർക്കമായി തന്നെ വേദകർമ്മങ്ങളെയും അറിയാനുള്ള ആഗ്രഹം എന്നുള്ളതും അവിടെ യോജിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ഈ വേദകർമ്മങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ബ്രഹ്മനെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു സമ്പർക്കമായിട്ടാണ് എന്നുള്ളതും അവിടെ യോജിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അവശേഷിക്കുന്ന അർത്ഥത്തിൽ ഷഷ്ടി വിഭക്തിന് എടുക്കാൻ പറ്റില്ല, വിഭക്തിന്. കാരണം അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ അപ്പോ കർമ്മജിജ്ഞാസ അല്ലെങ്കിൽ ധർമ്മജിജ്ഞാസാവും ബ്രഹ്മജിജ്ഞാസാവിൻ്റെ ഒരു സമ്പർക്കമായിട്ട്, അതായത് ബ്രഹ്മജിജ്ഞാസാവിന് ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് തന്നെ വരും. അത് പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ എല്ലാം പറയുന്നത് തന്നെ ആദ്യം ആചാര്യദേവൻ ഇത് അഥാത്തോ ബ്രഹ്മ ജിജ്ഞാസ, ബ്രഹ്മനും ജിജ്ഞാസവും ഇതി കർമ്മണി ഷഷ്ടി ന ശേഷേ, അത് കർമ്മത്തിന്റെ അർത്ഥത്തിലാണ് ഷഷ്ടി വിഭക്തി, അല്ലാതെ അവശേഷിക്കുന്ന അർത്ഥത്തിലില്ല എന്നുള്ളത് പറഞ്ഞതിനാണ്. കാരണം ജിജ്ഞാസസ്യ അപേക്ഷത്വാത് ജിജ്ഞാസായാഹ, കാരണം ഇവിടെ ജിജ്ഞാസസ്യ അപേക്ഷത്വാത് ജിജ്ഞാസായാഹ ബ്രഹ്മജിജ്ഞാസായാഹ, അതായത് ജിജ്ഞാസ എന്ന് പറയുമ്പോൾ, അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ അവിടെ ആഗ്രഹമാണ്, അറിയാനുള്ള ആഗ്രഹമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേറെ ജിജ്ഞാസ അന്തരം, വേറെ ജിജ്ഞാസ അല്ലാതെ, ഈ അറിയാനുള്ള ആഗ്രഹം അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ജിജ്ഞാസ. അപ്പൊ അതുകൊണ്ട് തന്നെ ജിജ്ഞാസ അന്തരം, പിന്നെ ജിജ്ഞാസ്യ അന്തര അനിർദ്ദേശാച്ച, എന്താണോ ഒന്ന് മനസ്സിലാക്കേണ്ടത്, എന്താണോ ഒന്ന് അറിയേണ്ടത്, അറിയാനുള്ള ആഗ്രഹം എന്തിൻ്റെയാണോ, ബ്രഹ്മൻ അല്ലാതെ വേറെ ഒന്നിനെ അറിയാനുള്ള ആഗ്രഹവും അവിടെ കൊടുത്തിട്ടില്ല, അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ജിജ്ഞാസ്യ അന്തര അനിർദ്ദേശ, അവിടെ വേറെ ഒരു കാര്യത്തിനെ അറിയാനുള്ള ആഗ്രഹവും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഷഷ്ടിന്ന് കൊടുത്താൽ അത് വേറെ ഒരു കാര്യത്തിന് അറിയാനുള്ള ആഗ്രഹം എന്നും ആവാം. അപ്പോൾ മീമാംസകർ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പതിയെ അഥാത്തോ ബ്രഹ്മജിജ്ഞാസാവിലെ ഷഷ്ടി അവശേഷിക്കുന്ന അർത്ഥത്തിൽ, ഷഷ്ടി തന്നെയാണ്, പക്ഷെ അത് കർമ്മത്തിന്റെ അർത്ഥത്തിൽ അല്ലാതെ അവശേഷിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ കൊടുത്തെങ്കിൽ അപ്പോ അത് ബ്രഹ്മൻ മാത്രമല്ല ധർമ്മജിജ്ഞാസാവും ആവാന്ന് നമുക്ക് വരുത്താം. അപ്പൊ അങ്ങനെ അർത്ഥം കൽപ്പിക്കാനായിട്ടാണ് മീമാംസകർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതായത് ഇതെന്തുകൊണ്ടാണ് അവശേഷിക്കുന്നതിന്റെ അർത്ഥത്തിലല്ല എന്ന് പറയുന്നത്, അങ്ങനെയും ആവാമല്ലോ എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ് കാര്യം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ അതങ്ങനെ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ വേദ അധ്യയനം, വേദകർമ്മങ്ങളിൻ്റെ അറിയാനുള്ള ആഗ്രഹം, വേദകർമ്മങ്ങളെ അറിയാനുള്ള ആഗ്രഹം, വേദകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, ഇതൊക്കെ തന്നെ ജിജ്ഞാസ എന്നുള്ള വാക്കും അതിൻ്റെ ഒരു സമ്പർക്കത്തിൽ കൊണ്ടുവരാൻ പറ്റും. ആ വാക്കിൻ്റെ സമ്പർക്കത്തിൽ വാക്യവിന്യാസം അല്ലെങ്കിൽ വാക്യപദവിന്യാസം അല്ലെങ്കിൽ വാക്യപദവിന്യാസം, ഇംഗ്ലീഷിൽ അതിനെ സിൻടാക്സ് എന്ന് പറയും. ഇപ്പൊ ബ്രഹ്മസൂത്രത്തിൽ ഇങ്ങനെ വ്യാകരണം
ശരിക്കും മനസ്സിലാക്കാനുള്ള പല വിശദീകരണങ്ങൾ ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സൂത്ര രൂപത്തിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സൂത്ര രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് വളരെ ചുരുക്കമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ചുരുക്കമായ എഴുത്തുക്കളിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതെല്ലാം എന്താ വ്യാകരണം ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.